എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിരുവാതിര വ്രതം ആണല്ലോ. അതേപ്പറ്റി അല്പം അറിയാം. ലോകരക്ഷകനും ദേവാധിദേവനും അഷ്ടമൂർത്തിയുമായ ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് ഈ വ്രതം എടുക്കുന്നത്. ഒരു കാലത്ത് മംഗല്യവതികളായ സ്ത്രീകൾ വളരെ ഭക്തിപൂർവ്വം അനുഷ്ഠിച്ച ഒരു വ്രതം ആയിരുന്നു. നല്ല ഭർത്താവിനെ കിട്ടാനും ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ വ്രതം. ധനുമാസത്തിലെ മകയിരനാൾ അവസാനിക്കുന്നത് മുതൽ തിരുവാതിരനാൾ തീരുന്നത് വരെയാണ് അനുഷ്ഠിക്കേണ്ടത്. ഈ വർഷം 2026 ഇന്ന് രാത്രി വെള്ളിയാഴ്ച ആണ് വ്രതം ആരംഭം. ഉറക്കം വിളപ്പ് ഇന്ന് രാത്രിയാണ് വേണ്ടത്. ഇന്ന് വൈകിട്ട് കുളിച്ച് ശിവക്ഷേത്രത്തിൽ തൊഴുക. അല്ലാത്തവർ വീട്ടിൽ തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. മത്സ്യമാംസാദികൾ ജനുവരി 2 തന്നെ ത്യജിക്കണം. രാത്രി അരിഭക്ഷണം പാടില്ല. കായ്, പഴങ്ങൾ മുതലായവ കഴിക്കാം. എട്ടങ്ങാടി നിവേദ്യം ആണ് പറയുന്നത്. ചേന, ചേമ്പ് തുടങ്ങി 8 തരം കിഴങ്ങുകൾ വേവിച്ച് ശർക്കരയും തേങ്ങയും പഴവും എല്ലാം ചേർത്ത് വേവിച്ച് ഭഗവാന് സമർപ്പിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ പാതിരാപ്പൂ ചൂടൽ. ഉറക്കം ഒഴിച്ച് ആഘോഷമാക്കി സ്ത്രീകൾ സന്തോഷിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് തിരുവാതിര നക്ഷത്രം. അതിനുശേഷം വീണ്ടും അമ്പലത്തിൽ പോയി വ്രതം അവസാനിപ്പിക്കാം. ഏറ്റവും ആവശ്യം ഭഗവാനോടും ഭഗവതിയോടുമുള്ള ഭക്തി തന്നെയാണ്. അതില്ലാതെ ഉറക്കമൊഴിച്ച് TV കണ്ടതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഈ വ്രതത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. മഹാദേവി മഹാദേവനോട് ചേർന്ന ദിവസം, ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയ ദിനം, കുമാരസംഭവത്തിനു മുമ്പ് കാമദേവന്റെ വിയോഗത്തിൽ വിലപിച്ച രതീദേവിക്ക് ഭർത്താവ് വീണ്ടും വരാൻ പാർവതീദേവി അനുഗ്രഹിക്കുകയും ചെയ്തു. പാർവതീദേവിയുടെ അഭീഷ്ടം നടത്താനായി ശിവഭഗവാൻ ദേവിക്ക് നൽകിയ ഒരു അനുഷ്ഠാന വ്രതം കൂടെയാണ് തിരുവാതിര വ്രതം. അങ്ങനെയാണ് ദീർഘമംഗല്യ ഭാഗ്യത്തിനായി ഇത് അറിയപ്പെടുന്നത്. 3 വീതം വെറ്റില കൊണ്ട് ശിവപാർവതിമാർക്കും മഹാഗണപതിക്കും അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. കൂടാതെ പഞ്ചഗവ്യം, എണ്ണ, പനിനീര്, നെയ്യ്, കരിക്കിൻ വെള്ളം എന്നിവ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നതും ഉത്തമം.